ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേഡീസ് ചോയ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ സ്ത്രീകൾ പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് പട്ടുസാരി. പട്ടുസാരി എന്നും അതിൻ്റെ പുതുമയോടെ കാത്തു സൂക്ഷിക്കാൻ നമ്മളിൽ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? എങ്ങനെയാണ് നമ്മുടെ പട്ടുസാരികൾ സൂക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. പട്ടുസാരികൾ സൂക്ഷിക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പറയാം. പട്ടുസാരി ഉടുക്കുമ്പോൾ ഒരുപാട് സേഫ്റ്റി പിന്നുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കാതിരിക്കുക. അത് സാരിയുടെ മെറ്റീരിയലിനെ ഡാമേജസ് വരുത്താൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സേഫ്റ്റി പിന്ന് ഉപയോഗിക്കാതിരിക്കുക. ഉപയോഗിച്ച സേഫ്റ്റി പിന്നുകൾ നമ്മൾ ഉടുത്തു കഴിഞ്ഞതിന് ശേഷം സാരിയിൽ നിന്ന് വേഗം അഴിച്ച് വെച്ചിട്ടേ അത് സാരി മടക്കി വെക്കാവൂ. അടുത്തത്, സാരി ഉടുത്തു കഴിഞ്ഞാൽ തണലത്ത് വിടർത്തിയിട്ട് കാറ്റ് കൊള്ളിച്ച ശേഷം മാത്രമേ നമ്മളത് മടക്കി വെക്കാവൂ. അത് നമ്മൾ നേരിട്ട് ഉടുത്തതിന് ശേഷം മടക്കി വെക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മളൊരു തണലത്തിട്ടിട്ട് അതൊന്ന് കാറ്റ് കൊള്ളിച്ച ശേഷം മാത്രമേ മടക്കി വെക്കാൻ പാടുള്ളൂ. ഓവർ വെയിലത്തും ഇടാൻ പാടില്ല. ഓവർ വെയിൽ കൊണ്ടാൽ തുണി നരയ്ക്കാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് ഇളം തണലിലിട്ടിട്ട് സാരി ഒന്ന് കാറ്റ് കൊള്ളിച്ചിട്ട് എടുത്തു വയ്ക്കുക. പിന്നീട് നമ്മൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗിൽ കഴിയുന്നതും പട്ടുസാരികൾ മടക്കി വയ്ക്കരുത്. കാരണം അത് സാരിയുടെ ഡാമേജസിന് കാരണമാകുന്നു. പകരം നമ്മൾ തേച്ച് മടക്കി കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് വേണം വയ്ക്കാൻ. ഇപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത് ഒരു കോട്ടൺ തുണിയിലാണ്. ഇങ്ങനെയാണ് ഞാൻ പൊതിഞ്ഞ് സൂക്ഷിക്കാറ്. അപ്പോൾ നമ്മൾ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് അതിൽ സാരി പൊതിഞ്ഞിട്ട് വേണം അലമാരയിൽ സൂക്ഷിച്ച് വെക്കാൻ. പിന്നെ നമ്മൾ പട്ടുസാരി തേക്കുമ്പോൾ മുകളിൽ എപ്പോഴും ന്യൂസ് പേപ്പർ ഇട്ടിട്ട് വേണം തേക്കാൻ. നമ്മൾ അയൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ നേരിട്ട് ഓവർ ഹീറ്റ് വെച്ചിട്ട് സാരി അയൺ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ അയൺ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ന്യൂസ് പേപ്പർ പട്ടുസാരിയുടെ മുകളിൽ ഇട്ടിട്ട് മാത്രമേ അയൺ ചെയ്യാൻ പാടുള്ളൂ. എസ്പെഷ്യലി അതിൻ്റെ കസവിലൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും ന്യൂസ് പേപ്പർ വെച്ചിരിക്കണം. എന്നിട്ടേ അയൺ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ സാരിയിൽ ഒരുപാട് പെർഫ്യൂം ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്കൊരു നല്ല ഫ്രാഗ്രൻസ് ആണ് വേണമെങ്കിൽ നിങ്ങൾ അലമാരയിൽ സാരി മടക്കി വയ്ക്കുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് കർപ്പൂരം വെക്കുക. നമ്മൾ പൂജയ്ക്കൊക്കെ എടുക്കാറുള്ള കർപ്പൂരം വെക്കുക. അതാകുമ്പോൾ നമ്മൾ സാരിയിലൊക്കെ അതിൻ്റെ നല്ലൊരു ഫ്രാഗ്രൻസ് ഉണ്ടായിരിക്കും. എപ്പോഴും നമ്മൾ അലമാര തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു നല്ല ഫ്രാഗ്രൻസ് നമുക്ക് ലഭിക്കും. പിന്നെ നമ്മൾ സാരി എപ്പോഴും നല്ല നീറ്റായിട്ട് വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പട്ടുസാരി പുതുമയോട് നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കുക.